ഒന്ന് രണ്ട് പുതിയ ഇത് ടൂൾസ് പരിചയപ്പെടാം. ഒന്നിന്റെ പേര് ഇത് നമുക്ക് സെയിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് വൈസ് പോവാം. അതായത് ഏതെങ്കിലും ഒരു മേഖല, സെയിൽസ് അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വരും. പിന്നെ ടീച്ചിങ് ഒരു പ്രൊഫഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷനാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഓരോ മേഖല നോക്കി പോകാം. കുറച്ച് ദിവസം അതങ്ങനെ പോകാം. അതേപോലെ ലാസ്റ്റ് ഒരു 2 ദിവസം നമുക്ക് ഈ AI ടൂൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പണം സമ്പാദിക്കാം എന്നുള്ളത് നോക്കണം എന്നുണ്ട്. അപ്പൊ നമുക്കതനുസരിച്ച് നോക്കാം. നമ്മൾ ഗൂഗിൾ ഫോം ഒക്കെ തയ്യാറാക്കുന്നതാണ്. നമുക്ക് അതിന് പറ്റിയ ഒരു ഗൂഗിൾ ഫോം തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പിന്നെ ടൂളാണ് forms.app. യൂസറൊക്കെ യൂസ് ചെയ്തിട്ടില്ല, ഉണ്ടോ? ഗൂഗിൾ ഫോം പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പേരെന്താണ് സാറ്? ഇതാണ് നമ്മള് പേര് പിന്നെ ഇത് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിടത്തില്ല, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആ ചോദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാറുണ്ട്. ആ ആ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടൂളാണ് forms.app. നമുക്ക് ഫോംസ് ആരെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. AI സഹായത്തോടെ ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആരുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചോദിക്കാം. നമുക്കിപ്പോൾ സെയിൽസിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോമിൽ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പിന്നെ യൂണിസാർ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതിൽ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും അല്ലെ. അതായത് അവരുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ അവരുടെ ഇമെയിൽ ID എന്നുള്ള രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. Build an order form for me to list and sell my product. അങ്ങനെ ഒരു നിഷ് നമ്മൾ കൊടുത്തു. പ്രൊഡക്റ്റിന്റെ ഓർഡർ ഫോം വന്നതുണ്ട്.
ഫുൾ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഷിപ്പിംഗ് അഡ്രസ്സ്. നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ആളാണെങ്കിൽ ഓർഡർ ഫോം നമുക്ക് ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം തന്നെ നമുക്ക് ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡേറ്റ കിട്ടും. ഇത് എങ്ങനെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം? കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങ് പോവോ? കേട്ടോ. എന്താണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. സേവ് ആയില്ല അല്ലേ? ഏറ്റവും താഴെ ഒരു ടിക്ക് പോലെ കാണുന്നുണ്ട്, അതാണോ നോക്കി? അത് ആയിട്ടില്ല. എന്താണ് സംഭവം അറിയില്ല. അത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് നമുക്ക് ചെയ്തു ആപ്ലിക്കേഷൻ. ഇത് ഷെയർ ഓപ്ഷനൊക്കെ കാണിക്കുന്നത്. അത് അതൊന്ന് ഷെയർ ചെയ്ത് നോക്കി എങ്ങനെ വരുന്നതെന്ന് അറിയാലോ. ആ കോപ്പി കോപ്പി പറയാം അല്ലേ? അതെ അതെ അതെ, അതൊന്ന് വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചു നോക്കി. എന്താ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാലോ. ലിങ്ക് അറിയാം അല്ലേ? എന്നിട്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും എന്താ സംഭവിക്കുക, എങ്ങനെ ഫോംസ് വരുന്നത്. സൂപ്പർ. ഒന്ന് ഫില്ല് ചെയ്യാവോ ചെറുതാണെങ്കിൽ? ഡാറ്റാബേസ് അടിയിൽ താഴത്ത് കൃത്യമായി കാണിക്കുന്നുണ്ടല്ലോ എത്ര പെർസെന്റേജ് ആയി എന്നൊക്കെ. $79 ഇഷ്ടമല്ലെന്ന് തോന്നുന്നു.
ഉം, 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 ഉം. ഇത് സൂപ്പർ ആട്ടോ, നമുക്ക് നല്ല തീമൊക്കെ കിട്ടാറുണ്ടല്ലോ. സബ്മിറ്റ് ആയി, ആ ഡാറ്റ അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ കണ്ടിന്. ആപ്പിൽ പോയി നോക്കി, ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത്. ഏതാ ഇപ്പൊ ഡാറ്റ സബ്മിറ്റ് ആയി, ഈ ഡാറ്റ എവിടെയൊക്കെ പോകുമെന്നുള്ളത് ഉം. ആ AI ടൂൾസ് തന്നെ ഉണ്ടാവും ചിലപ്പോ. ഇത് നോക്കണ്ട, നേരത്തെ AI എടുത്തതിൽ തന്നെ ഉണ്ടാവും. സെയിം ഫോൺ തന്നെ വരിക അല്ലേ? അല്ല, ഇതിന്റെ ഡാറ്റാബേസ് സേവ് ചെയ്ത് വെച്ചേക്കുന്ന എവിടെയാണെന്നുള്ള ഇവിടെയല്ല. നേരത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്തില്ലേ ആ ഫോംസ് ഉണ്ടാക്കുന്ന ആപ്പ്, ഉണ്ടാക്കുന്ന ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ സാറേ? ആ, ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ആ റിസൾട്ട് ഏറ്റവും ടോപ്പില്? അയവ, അതാ വിനോദ് കുമാർ എന്നിട്ട് വന്നത്. ആ, സെറ്റ്. ഇതൊക്കെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. വിളിച്ചു. ഞാനധികം സൂപ്പർ. ഗൂഗിൾ ഫോം അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ അടിപൊളി. പക്ഷെ ഇതൊന്നും കൂടി അട്രാക്റ്റീവ് സാധനം കേട്ടോ ഗൂഗിൾ ഫോംസിനെക്കാട്ടിലും. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അടിപൊളിയാക്കാനോ പല സാധനങ്ങളും. അതെ, റിപ്ലൈ കൊടുക്കാം. റിപ്ലൈ അതിൽ തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഇത് എത്രണ്ണം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ്. അതെ, ഇതിന് പ്രത്യേകത ഇല്ല. ഇതുകൊണ്ടാ കവറി കൊടുക്കാം, ലോഗോ കൊടുക്കാം. മുഴുവനൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇമേജ് അപ്ലോഡ് ചെയ്യാം. നല്ലൊരു ടൂളാണ്. ഡാറ്റ കളക്ട് ചെയ്യാനേ. അത്യാവശ്യം മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്കിപ്പോ എന്താ പറയാ, ഏത് മേഖലയിലാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. സെയിൽസിലും അതുപോലെ തന്നെ ടീച്ചിങ് മേഖലയിലും ആണെങ്കിലും നമുക്ക്. ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ഉപയോഗിക്കണേ. അതെ അതെ അതെ. ഇത് പെയ്ഡ് ആണോ? ഇല്ല, ഞാനിപ്പോ പെയ്ഡ് അല്ല, ഞാൻ ജസ്റ്റ് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പെയ്ഡിന്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതൊന്ന് എനിക്ക് ഷെയർ ചെയ്ത് തന്നെ വിനോദ് സാറിന്റെ ലിങ്ക്. ശരി. ഇത് സൂപ്പർ ആയിരിക്കണം, അടിപൊളിയാണ്. ഗ്രൂപ്പിലിടാവോ വിനോദ് സാറെ? ഇടാ. എനിക്ക് ഭയങ്കര യൂസ് ആണ്. അതെ, എങ്ങനെയുണ്ട് ഇപ്പൊ? എനിക്ക് ബെറ്റർ തന്നെയാണ് ആയോ? പണി, ഡാറ്റ കളക്ഷനും ഫോം ഉണ്ടാക്കലും. അതെ, ബെറ്റർ ആയോ? ഹെൽത്ത് ബെറ്റർ ആയോ? കുഴപ്പമില്ല ഇപ്പൊ. അല്ല മിറാസിൻ മാഡം, സോറി കേട്ടോ, നിങ്ങള് വീണെന്ന് പറഞ്ഞിട്ടാരോ? ഓ, എന്നിട്ട് ശരിയായി, കുഴപ്പമില്ല ഇപ്പൊ.
ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ്സിനിടയിൽ നിങ്ങൾ ഓർമ്മ വന്നപ്പോൾ ചോദിച്ചാ. ഓക്കെ സാറല്ലേ. ആ ഓക്കെ. വിനോദ് സാർ, ഈ ടൂൾ അടിപൊളിയാണ്, ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ ഗ്രൂപ്പിൽ. ഞാൻ ചെയ്യാം തീർച്ചയായും. ഇതിൽ എക്സലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് കൂടി നോക്കിട്ടോ. കൺവേർഷൻ അല്ലേ? അതായത് അതെ ഫോംസിൽ അതെ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ CSV ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യാൻ കണ്ടോ? ഇതിൽ അങ്ങനെ ഷീറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഗൂഗിൾ കണക്ട് ചെയ്യാം. ഇത് അങ്ങനെ പറ്റലും ഫ്രീ ആണെങ്കിൽ അടിപൊളിയാവും, അത് നന്നായിരുന്നു. രക്ഷയുണ്ടാവില്ല. പക്ഷെ ഫ്രീ ആവൂല, കുറച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ? ടാഗ് മാനേജർ, ഇതൊക്കെ പെയ്ഡാണ്. കണക്ട് ചെയ്തു, നമുക്കത് കാണാൻ പറ്റിയില്ലല്ലോ. വന്നോ ഗൂഗിൾ? അല്ലെ, ഗൂഗിൾ ഷീറ്റിലേക്ക് ഡൈവേർട്ട് ആയില്ലേ അല്ലെ? കണക്റ്റഡ് ആണ്. ഗൂഗിൾ ഷീറ്റിലേക്ക് പോയില്ലേ? ഇത് ഒരു ഹിന്റ് കിട്ടിയാൽ മതി, ബാക്കി തപ്പിയെടുക്കാം. കണക്റ്റഡ് ആണ്. നല്ല അതുപോലെ രീതിയിൽ ഞാൻ ബാക്കി സെർച്ച് ചെയ്തോളൂ. നമുക്കത് ഇരിക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഈ ഓപ്ഷൻസ് ഒക്കെ കണ്ടില്ലേ? ഇതിൽ എക്സാം നടത്താനുള്ള ഓപ്ഷൻ. അതുപോലെ റിസൾട്ട്സിൽ ചാർട്ടും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണം സാറേ. കാരണം ഫോംസിൽ നമുക്ക് അതെല്ലാം കിട്ടും, ഗൂഗിൾ ഫോംസിൽ. ജനറേഷൻ അതെ, ഗൂഗിൾ. എല്ലാം ഉണ്ട്. ഇമെയിൽ മാർക്കറ്റിംഗ് ഇതിനകത്ത് എക്സാം നടത്താനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കണേ. എന്നാ പിന്നെ എന്റെ പണി മൊത്തം തീർന്നു. അതെ അതെ. ഇനി പേയ്മെന്റ് കൊടുത്താലും കുഴപ്പമില്ല, ഇങ്ങനൊക്കെ റെഡി ആവുകയാണെങ്കിൽ. അതെ അതെ. ഈ ഡിജിറ്റൽ മേഖലയുള്ള എല്ലാവർക്കും ഉപകാരമുള്ള ടൂളാട്ടോ, എല്ലാവരും നോക്കി വെക്കണം. ഇതിലേക്ക് വരുന്നുണ്ട്, നമ്മളതിലേക്ക് മെയിൽചിമ്പ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാം. സ്പോട്ട്, നോഷൻ. നോഷൻ നല്ലൊരു സംഭവം കേട്ടോ, നോഷൻ എന്ന് പറഞ്ഞ സാധനം. അതെ അതെ. നോഷൻ എല്ലാവർക്കും പരിചിതമല്ലാത്തതാണ്. പിന്നെ സാറ് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്കോഡോ? ഡിസ്കോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്കോഡ് ഞാൻ പല കമ്മ്യൂണിറ്റി ട്രെയിനിങ് കൊടുത്തു കൊടുക്കാറുണ്ട്, ഡിസ്കോഡിൽ എടുത്തു കൊടുക്കല്. നോഷൻ എന്ന് പറയുന്നത് നോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാൻ ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടൂളാ. ആപ്പ് എല്ലാം ഉണ്ട്, എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ, ടൈം, സ്കെഡ്യൂള് എല്ലാം ചെയ്യാൻ പറ്റിയ അടിപൊളി ടൂളാ. ആപ്പിലൊക്കെ ഉണ്ട്. ഏത് ടൂള് എന്നല്ല, പക്ഷെ ലൈഫ് നമുക്ക് മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും എല്ലാം. മറ്റൊന്ന്, മറ്റേ ഈ ടൂള് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തോന്നുന്നു. നമ്മളൊരു ടൂള് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചില്ല, അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തു.
ഉം, ഉം, ഉം. എനിക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു, അതുപോലെ കോളും വന്നു. ഉം, ഉം, ഉം. നിങ്ങൾ പറഞ്ഞല്ലേ വാട്സപ്പില് ആ, ഡോ ഡോ നമ്മൾ ഡോളോ ആ അല്ലെ? അത് അത് നമ്മൾ പിക്ചർ കൊടുത്തിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തതല്ലേ. ഡോളെ എന്ന ആപ്പിന്റെ പേര് ഡോളെ ഡോളെ. ഡോലെ. ആ, ആ, ആ. സംശയമുള്ള ആളുകൾക്ക് സംശയം ചോദിച്ചോളിട്ടോ. ഇങ്ങനെ അങ്ങോട്ടോട്ട് സംസാരിക്കുമ്പോഴാണ് ക്ലിയർ ആവുക. അതെ അതെ അതെ, അങ്ങോട്ടേക്കോ അറിവുകൾ ഷെയർ ചെയ്യണം. സിൻഡോ ഒക്കെ മിണ്ടാതിരിക്കുക. സിൻഡോ ഉണ്ടായിരുന്നു. ഈ നോഷൻ ആപ്പിനെ കുറിച്ച് ഒരു നിമിഷം പറയാം. നോഷൻ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ലൈഫ് മൊത്തത്തിൽ പ്ലാൻ ചെയ്യാനും സെറ്റ് ചെയ്യാനും മന്ത്ലി, ഇയർലി, വീക്ക്ലി എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ അത് ഫ്രീ ആണ്. ഒരുപാട് കാലമായിട്ടില്ല ഈ ഒരു ആപ്പ് വന്നിട്ട്. അതുകൊണ്ട് ഇപ്പൊ തുടക്കക്കാർക്കൊക്കെ ഫ്രീ ആണ്. അപ്പൊ ആ സാറ് സംഭവത്തിൽ യൂസ് നമുക്ക് സാറ് യൂസ് ചെയ്യുന്നോണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. എന്റെ അതെ, ഞാൻ എന്റെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതായത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മൾ ടൈം മാനേജ്മെന്റിന് ഞാൻ നോർത്ത് പോയി പഠിക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? ആ ആ അവര് കണക്ട് ചെയ്ത് തന്ന ടൂളാ. ആ, അതിനകത്ത് നമ്മൾ ഓരോ സെക്കൻഡ് വരെ പ്ലാൻ ചെയ്യാൻ പറ്റും. വീക്ക്ലി സോഷ്യൽ മീഡിയ പ്ലാൻ ചെയ്യാൻ പറ്റും, പിന്നെ ഡെയിലി പ്ലാൻ ചെയ്യാൻ പറ്റും, വീക്ക്ലി പ്ലാൻ ചെയ്യാൻ പറ്റും, പിന്നെ ഫിനാൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും, എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും. അത് യൂട്യൂബിനകത്ത് നോക്കിയാലും അതിന്റെ അവരുടെ ഒഫീഷ്യൽ വീഡിയോ ഉണ്ട്, നോഷൻ എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ട്രയൽ അടിച്ച് നോക്കി, എല്ലാവരും ഫ്രീ ആണ്. പിന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതേപോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അതിനകത്ത് കലണ്ടർ അങ്ങനെ എല്ലാം ഉണ്ട്. ആ ഒരു കൂട്ടത്തിൽ ഇയാളെ കണ്ട സമയത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. ഇല്ല, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന നോഷൻ കാലാണ് അല്ലേ. ആ, നോഷന്റെ കലണ്ടർ ഉണ്ട്. അങ്ങനെ ഓരോ ദിവസവും നോഷൻ തന്നെ ഒരുപാട് ടൂൾ ഉണ്ട്. ഇതിന് ടെംപ്ലേറ്റ് ഒക്കെ അവര് യൂട്യൂബിനകത്ത് അവർ വീഡിയോ ചെയ്യും. ആ വീഡിയോക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ഈ നോഷൻ ഇതിന്റെ ഇതിലേക്ക് പോയി ചെയ്യാം. അങ്ങനെ ഓരോ ടെംപ്ലേറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. എല്ലാരും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അധികം നോക്കാത്തൊരു സംഭവം കേട്ടിട്ടുണ്ട്. ആ, ആ. സാറ് പറഞ്ഞപ്പോ ഞാനൊന്ന് പ്ലാനിങ്ങിന്റെ അൾട്ടിമേറ്റ് സാധനമാണ് നോഷൻ. ആ, മിറാസിൽ മേഡത്ത് നോക്കിയാൽ മതി കേട്ടോ. ആ ഓക്കെ ഓക്കെ, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാന് നോർത്ത് ഇന്ത്യയിലെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു, ടൈം മാനേജ്മെന്റിന്റെ. അപ്പൊ അവര് ടൈം, ഫിനാൻസ്, ലൈഫ്, സോഷ്യൽ മീഡിയ, എങ്ങനെ ഓരോരുത്തരുടെ സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്നുകൂടി നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നോക്കാം. ഓക്കെ, മറ്റൊരു അടുത്ത ടൂൾ പറഞ്ഞോളൂ വിനോദ് സാർ. ഇപ്പൊ പറഞ്ഞ എങ്ങനെയാണ് ടൂൾ ഏതായിരുന്നു? ഈ ആപ്പിന്റെ ഫോംസിന്റെ ടൂൾ ഏതായിരുന്നു? അത്? ഫോംസ് ഡോട്ട് ആപ്പ് അല്ലേ? ഫോംസ് ഡോട്ട് ആപ്പ്. ഫോംസ് ഡോട്ട് ആപ്പ്. ഓക്കെ. മറ്റൊരു ടൂളാണ് ജാസ്പർ. ജാസ്പർ കേട്ടിട്ടുണ്ടോ? ഏഴ് ടൂളാണ് ഉള്ളത്. പേര് മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ക്രിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്.
ജസ്റ്റ് ഒരു പരിചയപ്പെട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കണം, നല്ല പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ഏതെങ്കിലും ഒന്ന് രണ്ട് ടൂൾ, ഇപ്പോൾ ഈ നോഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോംസ് അത് കോമൺ ആണ്. ബാക്കിയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ടൂള് ചിലതൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താല് അതുപോലെ യൂണിസ് ഇത് ഇതുപോലത്തെ ടൂളാണോ? ഇതും ഫോംസ് ആണോ? ഫോംസിന്റെ അല്ല, ഇത് നമുക്ക് കണ്ടന്റ് ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നു. ഓ, ഭയങ്കര റേറ്റ്. ഫ്രീ ട്രയൽ ഭയങ്കര റേറ്റ് അല്ല പ്രഭാകരൻ സാർ. അതിന്റെ ലാസ്റ്റത്തെ വേർഷൻ നോക്കിയാണ് ബിസിനസ് ലെറ്റ്സ് ടോക്ക് എന്നാണ്, നമുക്ക് സംസാരിക്കാന്നുള്ള. അത് എന്റർപ്രൈസ് ബിസിനസ് എന്നുള്ള രീതി. അല്ല, ബിസിനസ് പറയുമ്പോഴേ പക്ക ബിസിനസ്സാ. സംസാരിച്ചിട്ട് നെഗോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അതെ അതെ. പക്ഷെ ഫ്രീ ട്രയൽ എന്ന് പറയുന്നത് കേറിയിരുന്നു, ഫ്രീ ട്രയൽ കാണുന്നു. ഭയങ്കര പ്രൈസിങ് അല്ല. സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്നാ പറഞ്ഞത്. ഇല്ല, ഫ്രീ ഇല്ല, ഫ്രീ തരുന്നില്ല. എനിവേ മറ്റൊരു റൈറ്റിംഗ് ടൂളാണ് എനിവേഡ്. Writing on Instagram caption, general prompt, content improve, Facebook ad, email നമുക്ക്